मतलब छुपा हुआ है यहाँ हर सवाल में. ഏതാണ്ട് 1341 ക്രിസ്തുവർഷത്തിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മുസിരിസ് പട്ടണം ഒരു വൻ വെള്ളപ്പൊക്കത്തോടുകൂടി നാമവിശേഷമായി എന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഇവിടെ മുഖ്യ പ്രഭാഷണം നടന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ഡയറക്ടറും പ്രസിദ്ധ ചരിത്രകാരനും പ്രശസ്ത അധ്യാപകനും ചരിത്രാധ്യാപകനുമായ ശ്രീ ഡോക്ടർ പി.എൻ. രാജഗുരുക്കൾ, സദസ്സിലെ ഗുരുതുല്യരായ നാട്ടുകാരെ, എവിടെയാണ് ഈ മുസ്ലിസ്? ആദ്യമേ ഒരു കാര്യം, അവ എന്തായാലും ഈ മുജിരി എന്നുള്ളത് ഇന്നൊരു ഓർമ്മയായിരിക്കുകയാണ്. ചാവക്കാടെന്നവർക്ക് പറയാൻ പറ്റിയ ചൗകാട്ടായി. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം മലയാളത്തിലുള്ള ചില പ്രത്യേക വാക്കുകള് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് കോരിത്തരിക്കാൻ വേണ്ടി, അഭിമാനിക്കാൻ വേണ്ടി നാം ഓരോരോ കഥകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ തുറന്നു പറയുകയാണെങ്കിൽ എന്റെ ഉപ്പായിക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ വിചാരിച്ചു കളയരുത്. അല്പം ബന്ധം ഈ സ്ഥലത്തോട് ഞങ്ങൾക്കുണ്ട്. ഈ നാടിനോട് എനിക്കും പൂർവികമായൊരു ബന്ധമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, എന്റെ പൂർവികർ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്നായി തൊമ്മൻ, അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ജനിച്ച ഒരാളാണ് ഞാൻ. പ്രത്യേക ഒരു രാഷ്ട്രീയത്തിന്റെ ആളെന്നല്ല ഞാൻ, പക്ഷെ എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്. അതിലേറ്റവും അടുത്തൊരു സുഹൃത്താണ് ശ്രീ വി. സതീഷ്. ഒരു വലിയ മഹാസംഭവം പോകണമെന്ന് കേട്ട് എനിക്ക് തന്നെ ടെൻഷനായി. ഈ നിങ്ങളുടെ MLA നാനാ തുറകളിലും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന 140 MLA-മാരിൽ മിടുക്കനെന്ന് ഏവരും പ്രശംസിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വി. സതീശൻ അവറുകളാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിസഭയിലെ ആദ്യ മന്ത്രിയാവേണ്ട ക്വാളിഫൈഡ് പേഴ്സണാണ്. ഇംഗ്ലീഷിൽ എൻലൈറ്റൻമെന്റ് എന്നുണ്ട്. ആയിരക്കണക്കിന് വരുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മളൊരു വലിയ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസം പ്രോജക്റ്റിന് ആതിഥേയത്വം വഹിക്കാൻ പോവുകയാണ്. ഇന്ന് ലോക ശ്രദ്ധയെ ആകർഷിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെറിറ്റേജ് ടൂറിസം പ്രോജക്റ്റായി മാറുന്ന മുസിരീസ് പൈതൃക പദ്ധതിയുടെ ആതിഥേയരാണ് ഞാനും നിങ്ങളുമെല്ലാം. ചാത്തനാട് നിങ്ങളുടെ ഇടയ്ക്ക് പോയി കാണണം.